Next, coming to the levels of organization. അപ്പോൾ ലിവിങ് വേൾഡ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ്. നമ്മുടെ ലിവിങ് വേൾഡിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു, നമ്മളെങ്ങനെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സെൽ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് സെൽ? സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ടിഷ്യൂ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ഒരേ തരത്തിലുള്ള സെൽസ് ചേരുമ്പോഴാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഓഫ് ദ സെയിം കൈൻഡ്, ഒരേപോലത്തെ സെൽസ് ചേരുമ്പോഴാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഓർഗൻസ്. എന്താണ് ഓർഗൻ എന്ന് പറയുന്നത്? ഓർഗൻസ് ആർ സ്ട്രക്ചേഴ്സ്. ഒരു സ്ട്രക്ചറൽ ബോഡി പാർട്ടാണത്. അത് ഈസ് കമ്പോസ്ഡ് ഓഫ് വൺ ഓർ മോർ ടൈപ്സ് ഓഫ് ടിഷ്യൂ. ഒന്നോ അതിൽ കൂടുതലോ വൺ ഓർ മോർ ടൈപ്സ് ഓഫ് ടിഷ്യൂ ചേർത്തിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വൺ ഓർ മോർ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ചേർത്തിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം നമ്മൾ സിമ്പിളായിട്ട് എന്താണെന്ന് പറയും? ഒരുപാട് ഓർഗൻസ് ചേർത്തിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു ഡു എ സർട്ടൻ ജോബ്. ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് വർക്ക് ഡു എ സർട്ടൻ ജോബ്. ഒരു സർട്ടൻ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗൻസിനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഓർഗാനിസംസ്. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ട്, എന്ന് വെച്ചാൽ വൺ ഓർ മോർ ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ഈ ഓർഗാനിസത്തിന് എന്ന് വെച്ചാൽ വൺ ഓർ മോർ ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ഈ ഓർഗാനിസത്തിന് നമ്മൾ ഇൻഡിവിജ്വൽ ലിവിങ് തിങ്സ് എന്ന് പറയും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിവിങ് തിങ്സിനെയാണ് ഇൻഡിവിജ്വൽ ഓർഗാനിസം എന്നും പറയും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലിവിങ് തിങ്ങിനെയാണ് നമ്മൾ ഈ ഓർഗാനിസത്തിനകത്ത് പറയുന്നത്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. എന്ന് വെച്ചാൽ സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. അതെത്രയാണ് ഒരു ഇൻഡിവിജ്വലിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വലിന് വെളിയിലോട്ട് പോവുകയാണെങ്കിൽ എബവ് ദ ഇൻഡിവിജ്വൽ ലെവലിലും കുറേ ഓർഗനൈസേഷൻ ഉണ്ട്. എബവ് ദ ഇൻഡിവിജ്വൽ ലെവലിലും ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എബവ് ദ ഇൻഡിവിജ്വൽ ലെവലിൽ വരുന്ന ഓർഗനൈസേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസ് ഒരു സെയിം ഏരിയക്കകത്ത് വളരുന്നതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സെയിം സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ ഇൻ ദ സെയിം ഏരിയ. ഒരു ഏരിയക്കകത്ത് സെയിം സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ ഇൻ ദ സെയിം ഏരിയ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗോൾഡ് ഫിഷിൻ്റെ ഒരു ഇൻഡിവിജ്വൽ എടുക്കുകയാണ്. അപ്പോൾ ആ ഗോൾഡ് ഫിഷ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആ സെയിം ഏരിയക്കകത്ത് എത്ര ഗോൾഡ് ഫിഷ് ഉണ്ടോ ആ ഗോൾഡ് ഫിഷിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തോന്ന് പറയും? ഗോൾഡ് ഫിഷിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറയും. അടുത്ത നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആൾ ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ഒരു പോപ്പുലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ ഫിഷിൻ്റെ ഒരു പോപ്പുലേഷൻ ഉണ്ടാവും, അതുപോലെ കോറലിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാകും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ പോപ്പുലേഷൻ ഒരു സെയിം ഏരിയക്കകത്ത് ജീവിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആൾ ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ലിവ് ഇൻ ദ സെയിം ഏരിയ. ഓൾ ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ലിവ് ഇൻ ദ സെയിം ഏരിയ. ഒരു ഏരിയക്കകത്ത് വളരുന്ന എല്ലാ പോപ്പുലേഷനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്ത എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ ഏരിയക്കകത്തുള്ള ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു ഏരിയക്കകത്തുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള
എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എൻവയോൺമെൻറ്റിനകത്തുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ബയോം. എന്താണ് ബയോം? ബയോം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് വിത്ത് ദ സെയിം എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റിനകത്തുള്ള ഒരുപാട് എക്കോസിസ്റ്റം, ഗ്രൂപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ബയോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് കമ്മിങ് ടു ദ ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇത് എർത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എർത്ത്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ബയോസ്ഫിയറിന് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബയോംസ് ചേർന്നിട്ടാണ്, ഡിഫറെൻറ്റ് ബയോംസ് ചേർന്നിട്ടാണ് ഒരു ബയോസ്ഫിയർ ഉണ്ടാകുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് എർത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ എർത്ത് വെയർ ഓൾ ലൈഫ് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ലൈഫ് എവിടെയൊക്കെയുള്ള ലൈഫുള്ള എല്ലാ എർത്തിലുള്ള എല്ലാ പാർട്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ലാൻഡ് ആവാം, എന്നുവെച്ചാൽ ഭൂമിയാകാം, വെള്ളമാകാം, വായു ആകാം. അപ്പോൾ ലാൻഡ് ആകാം, ലാൻഡ്, വാട്ടർ, എയർ, ഇതെല്ലാം നമ്മുടെ ഒരു എർത്തിൻ്റെ ഓരോ പാർട്ടുകളാണ്. അപ്പോൾ ഈ പാർട്ടിനകത്ത് എവിടെയൊക്കെ ലൈഫ് ഉണ്ടോ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇസ് കോൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഈസിലി ഒബ്സർവബിൾ ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. Okay, this is the process by which living organisms are grouped into easily identifiable group or categories based on some observable characters. അപ്പോൾ ഇങ്ങനെ ഈസിലി ഐഡൻറ്റിഫൈഡ് ഗ്രൂപ്പ് ഓർ കാറ്റഗറിനെ, ആ ഗ്രൂപ്പിനെയോ കാറ്റഗറീനെയോ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന വേർഡാണ് ടാക്സ എന്ന് പറയും. എന്താ പറയും? ടാക്സ. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ആ കാറ്റഗറിയെ പറയുന്നതാണ് ടാക്സ എന്ന് പറയുന്നത്. അപ്പോഴും ഈ ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഈ ഹിസ്റ്ററിയുടെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പഴക്കമുണ്ടെന്ന് വെച്ചാൽ ഹ്യൂമൻ കൾച്ചറിൻ്റെ അത്രയും പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ വേദിക് ലിറ്ററേച്ചറിൻ്റെ പീരീഡിൽ, നമ്മുടെ വേദിക് ലിറ്ററേച്ചറിൽ ഏതാണ്ട് 740 പ്ലാന്റ്സിനെയും 250 അനിമൽസിനെയും 740 പ്ലാന്റ്സിനെയും 250 അനിമൽസിനെയും വേദിക് പീരീഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കാണുന്നത് നമ്മുടെ ചന്ദ്യോഗ്യ ഉപനിഷത്തിലാണ്. ഈ ചന്ദ്യോഗ്യ ഉപനിഷത്തിനകത്ത് അനിമൽസിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ജീവജ, സെക്കൻഡ് വൺ ഈസ് അണ്ടജ ആൻഡ് തേർഡ് ഈസ് ഉദ്ഭിജ. അപ്പോൾ ജീവജ എന്ന് പറഞ്ഞാൽ വിവിപാരസ് അനിമൽസിനെയാണ് ജീവജ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാമൽസ് ആണ് ജീവജയ്ക്കകത്ത് വരുന്നത്. ഈ മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിച്ച് മുലയൂട്ടുന്ന ജീവികൾ, അനിമൽസിനെയാണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവജയ്ക്കകത്ത് വരുന്ന വിവിപാരസ് ആയിട്ടുള്ള അനിമൽസ് ആണ്. അണ്ടജ എന്ന് പറഞ്ഞാൽ ഓവിപാരസ് ആയിട്ടുള്ള അനിമൽസ് ആണ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്നത് ഏതൊക്കെയാണ്? ബേർഡ്സ്, റെപ്റ്റൈൽസ്, പിന്നെ ഏതൊക്കെ? ഇൻസെക്ട്സ്, വേംസ്, ഇതൊക്കെ അണ്ടജയ്ക്കകത്ത് വരും. അടുത്ത് ഉദ്ഭിജ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഒറിജിൻ ആയിട്ടുള്ളതാണ് ഉദ്ഭിജ എന്ന് പറയുന്നത്. തീരെ മൈന്യൂട്ടായിട്ടുള്ള അനിമൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ചന്ദ്യോഗ്യ ഉപനിഷത്ത് അനിമൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ജീവജ, അണ്ടജ ആൻഡ് ഉദ്ഭിജ. ആൻഡ് പോസ്റ്റ് വേദിക് പീരീഡിൽ സുശ്രുത സംഹിതയ്ക്കകത്ത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ലിവിങ് ഓർഗാനിസത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സ്ഥാവര ആൻഡ് ജംഗമ. സ്ഥാവര എന്ന് പറഞ്ഞാൽ ഇമ്മൊബൈൽ ആയിട്ടുള്ള എന്തുവാണ്? പ്ലാന്റ്സിനെയാണ് സ്ഥാവരയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജംഗമ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുവാണ്? മൊബൈലായിട്ടുള്ള എന്തുവാണ്? അനിമൽസിനെയാണ് ജംഗമയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ഥാവരയെ അദ്ദേഹം 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ഥാവര എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വനസ്പതി, വൃക്ഷ ആൻഡ് ഔഷധി. വനസ്പതി എന്ന് പറഞ്ഞാൽ
ഫ്രൂട്ട് ഈൽഡിങ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതാണ് വനസ്പതിക്കകത്ത് വരുന്നത്. വൃക്സ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഈൽഡിങ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ എന്തുകൊണ്ട് ഒറ്റ ടേം പറയുന്നത്? ആൻജിയോസ്പേംസ്. അപ്പോൾ ഫ്രൂട്ട് ഈൽഡിങ് ആൻജിയോസ്പേംസിനെയാണ് വൃക്ഷയ്ക്കകത്ത് വരുന്നത്. ഔഷധി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ദാറ്റ് പ്രൊവൈഡ് മെഡിസിനലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്, എന്ന് വെച്ചാൽ മെഡിസിൻ കൊടുക്കുന്ന പ്ലാന്റ്സ്, അതാണ് ഔഷധിക്കകത്ത് വരുന്നത്. അടുത്ത ജംഗമയ്ക്കകത്ത് എന്ന് വെച്ചാൽ അനിമൽസിനെ അദ്ദേഹം 3 ആയിട്ട് ക്ലാസിഫൈ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് കുലാകാര, ഗുഹസ്യ ആൻഡ് ജംഗ്ല. കുലാകാര, ഗുഹസ്യ ആൻഡ് ജംഗ്ല. കുലാകാര എന്ന് പറഞ്ഞാൽ ഹെർബിവോറസ് അനിമൽസ് ആണ്, ദാറ്റ് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് റിവർ ബാങ്ക്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഹെർബിവോറസ് അനിമൽസ്. ഏതൊക്കെയാണ് അതിൽ അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത്? എലഫൻറ്റ്, ബഫല്ലോ, ഇതാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. അടുത്ത് ഗുഹസ്യ എന്ന് പറഞ്ഞാൽ കാർണിവോറസ് കോട്രുപ്പേർഡ്സ്. കാർണിവോറസ് കോട്രുപ്പേർഡ്സ് എന്ന് പറഞ്ഞാൽ മാംസബുക്കുകളായ, കോട്രുപ്പേർഡ്സ് എന്ന് പറഞ്ഞാൽ 4 കാലുള്ള ജീവികൾ, അതാണ് കോട്രുപ്പേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഹസ്യക്കകത്ത് വരുന്നത് ടൈഗർ, ലയൺ, ഇതൊക്കെയാണ് കാർണിവോറസ് കോട്രുപ്പേർഡ്സ്. ജംഗ്ലയ്ക്കകത്ത് വരുന്നത് വൈൽഡ് ഹെർബിവോറസ് കോട്രുപ്പേർഡ്സ്. അപ്പോൾ വൈൽഡ് ഹെർബിവോറസ് കോട്രുപ്പേർഡ്സ് ഏതൊക്കെയാണ്? ഡിയർ എന്ന് വെച്ചാൽ സസ്യബുക്കുകൾ, അതാണ് ജംഗ്ലയ്ക്കകത്ത് വരുന്നത്. ഓക്കെ. തിയോഫ്രാസ്റ്റസ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ബോട്ടണി എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് ബോട്ടണി. തിയോഫ്രാസ്റ്റസ് ഫാദർ ഓഫ് ബോട്ടണി. അദ്ദേഹം പ്ലാന്റ്സിനെ അതിൻ്റെ ഹാബിറ്റ്, ഫോം, ടെക്സ്ചർ, ഇത് 3ൻ്റെയും അടിസ്ഥാനമാക്കി 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹാബിറ്റ്, ഫോം, ടെക്സ്ചറിനെ അടിസ്ഥാനമാക്കി പ്ലാന്റ്സിനെ 4 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രീ, ഷ്രബ്സ്, അണ്ടർ ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. ഓക്കെ. ഒരിക്കൽ കൂടെ, തിയോഫ്രാസ്റ്റസ് ഫാദർ ഓഫ് ബോട്ടണി, അദ്ദേഹം പ്ലാന്റിൻ്റെ ഹാബിറ്റ്, ഫോം, ടെക്സ്ചർ ഇതിനെ അടിസ്ഥാനമാക്കി പ്ലാന്റ്സിനെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ട്രീ, ഷ്രബ്, അണ്ടർ ഷ്രബ് ആൻഡ് ഹെർബ്സ്. ഓക്കെ. ഈ ക്ലാസിഫിക്കേഷനൊക്കെ മുമ്പ് തന്നെ വാല്യൂ ബേസ് ആയിട്ടുള്ള അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് പ്ലാന്റ്സിനെ വാല്യൂ ബേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനാണ് വാല്യൂ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. അതിനെ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ. പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ എഡിബിൾ ആണോ, എഡിബിൾ അല്ലയോ, ഫുഡിന് യൂസ് ചെയ്യുന്ന അനിമൽസ്, ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അനിമൽസ്, പിന്നെ പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫീൽഡ് ക്രോപ്സ്, അല്ലെങ്കിൽ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രീസ്, പിന്നെ ഫൈബറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്, പിന്നെ ഇതിലൊന്നും വരാത്തതെന്ന് വെച്ചാൽ വീഡ്സ്, കളകൾ, ഇങ്ങനെയൊക്കെ പ്ലാന്റ്സിനെ അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിനല്ല, ലിവിങ് ഓർഗാനിസത്തിനെ അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തതിനെ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഏർലി ഗ്രീക്കിലുള്ളവർ അനിമൽസിനെയും പ്ലാന്റ്സിനെയും അവരുടെ ഹാബിറ്റിനനുസരിച്ചും ഹാബിറ്റാറ്റിനനുസരിച്ചും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാബിറ്റാറ്റ് ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാബിറ്റിനനുസരിച്ച് എന്തൊക്കെയായിരിക്കും വരിക? ഹാബിറ്റും ഹാബിറ്റാറ്റും. ഹാബിറ്റിനനുസരിച്ച് അതിനെന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കാർണിവോറസ്, ഹെർബിവോറസ്, അല്ലെങ്കിൽ ഓവിപാരസ്, വിവിപാരസ്. ഹാബിറ്റാറ്റിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ അക്വാട്ടിക്, ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ഏരിയൽ. ഹാബിറ്റ് എന്ന് വെച്ചാൽ സ്വഭാവത്തിനനുസരിച്ച് കാർണിവോറസ് അല്ലെങ്കിൽ ഹെർബിവോറസ്. ഹാബിറ്റാറ്റിനനുസരിച്ച് ടെറസ്ട്രിയൽ, അക്വാറ്റിക്, ഏരിയൽ. ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് ചരക. അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് ആയുർവേദ ചരക. അദ്ദേഹം ചരക സംഹിതയ്ക്കകത്ത്
ചരക സംഹിതയ്ക്കകത്ത് മെഡിസിനൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനലി യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 340 പ്ലാന്റ്സിനെയും 200 അനിമൽസിനെയും. ഓക്കെ, 340 പ്ലാന്റ്സ് ആൻഡ് 200 അനിമൽസ് ക്ലാസിഫൈ ഇൻ ചരക സംഹിത. ഒരിക്കൽ കൂടെ, ചരകയെ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് പറയുന്നത്. അദ്ദേഹം ചരക സംഹിതയ്ക്കകത്ത് 340 പ്ലാന്റ്സിനെയും 200 അനിമൽസിനെയും കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ റേ എന്ന് പറയുന്ന എന്ന പേരുള്ള സയൻറ്റിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് സ്പീഷീസും നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് സ്പീഷീസും and natural system of classification. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ജോൺ റേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം യൂറോപ്പിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 18,000 പ്ലാന്റ്സിനെ കളക്ട് ചെയ്തു. 18,000 സ്പീഷീസ് പ്ലാന്റ്സിനെ അദ്ദേഹം കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ജനറാലിസ് പ്ലാന്റാറം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കായ ജനറാലിസ് പ്ലാന്റാറത്തിന്, അത് 3 വോളിയമായിട്ടാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ആ ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത 18,000 സ്പീഷീസ് പ്ലാന്റ്സിനെ കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരോലസ് ലിനേയസ് ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി കരോലസ് ലിനേയസ്, ഫാദർ ഓഫ് ടാക്സോണമി. ഇദ്ദേഹമാണ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അപ്പോൾ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കരോലസ് ലിനേയസ് ആണ്. എന്നാണ് ഈ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ, പ്ലാന്റ്സിനെയും അനിമൽസിനെയും 2 നെയിം വെച്ചിട്ട് നമ്മൾ നെയിം ചെയ്യുന്നു. 2 നെയിമിംഗ് സിസ്റ്റം, 2 പേര് കൊടുക്കും എന്ന് വെച്ചാൽ അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ആ പേരാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നാണ് പറയുന്നത്. ഹോമോസാപ്പിയൻസ് ഇങ്ങനെ 2 നെയിം സിസ്റ്റം. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന് അല്ലെ മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്ന് 2 പേരിൽ ഡിഫൈൻ ചെയ്യുന്നു, 2 പേര് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 നെയിം സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കരോലസ് ലിനേയസ്. ആ 2 നെയിം സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അദ്ദേഹത്തിന് 2 ബുക്കുണ്ട്. സ്പീഷീസ് പ്ലാന്റാറം, പിന്നെ ഒരെണ്ണം സിസ്റ്റമെ നാച്ചുറേ. അപ്പോൾ അദ്ദേഹത്തിന് 2 ബുക്കുണ്ട്, സ്പീഷീസ് പ്ലാന്റാറം ആൻഡ് സിസ്റ്റമെ നാച്ചുറേ. ഈ സ്പീഷീസ് പ്ലാന്റാറത്തിനകത്ത് അദ്ദേഹം പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ചാണ്. സ്പീഷീസ് പ്ലാന്റാറത്തിനകത്ത് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്ലാന്റ്സിനെ കുറിച്ചും സിസ്റ്റമെ നാച്ചുറയ്ക്കകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അനിമൽസിനെ കുറിച്ചും. നെക്സ്റ്റ് ഈസ് നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. നമുക്ക് എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യകത? എന്താണ് ആവശ്യകത? ചുമ്മാ പ്ലാന്റ്സിനെ അനിമൽസിനെ എന്തിനാണ് വെറുതെ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓർഗാനിസത്തിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഒബ്സർവ് ക്യാരക്ടേഴ്സ് അനുസരിച്ചല്ലേ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഒരു പ്ലാന്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്കതിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തൊരു പറയുന്നതെന്ന് പറഞ്ഞാൽ, വേരിയസ് ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ, നമുക്ക് എവല്യൂഷണറി
ഒരു ഓർഗാനിസത്തിൽ ഒരു ഗ്രൂപ്പിനകത്ത് അതിനൊരു എവല്യൂഷണറി ട്രെൻഡ് ഉണ്ടാകും. ആ ട്രെൻഡിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിങ്ങനെ അതിൻ്റെ സ്ട്രക്ചറും കോംപ്ലക്സിറ്റി ഓഫ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എവല്യൂഷണറി ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോസിൽ സ്ട്രക്ചറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോസിലിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഗ്രൂപ്പിനകത്ത് ഒറ്റ ഓർഗാനിസേ കാണുള്ളൂ. ആ ഓർഗാനിസം വെച്ചിട്ട് ആ ഫുൾ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.